സഹൃദയ സംശം ഞാൻ ഇവിടെ ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കട്ടെ. പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. സ്വയം കൃതാനർത്ഥം. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളക്കരയുടെ കിഴക്കൻ മലയോര ജില്ലയിലെ ഹരിത മനോഹരമായൊരു ഗ്രാമഭൂമിയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. കുളിർമഞ്ഞിൻ പുതപ്പണിയിൽ തലയുയർത്തി നിൽക്കുന്ന മലനിരകൾ, വൻമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മലങ്കാടുകൾ, മാനും മയിലും പുലിയും കുയിലും നിറഞ്ഞു നിൽക്കുന്ന വനപ്രദേശങ്ങൾ, തിളനീർ അരുവികൾ, കുന്നിൻ ചെരുവുകളിൽ തീർത്ത തട്ടുകളിൽ വരിവരിയായി നിൽക്കുന്ന തേയിലച്ചെടികൾ, ആഹ്ലാദാർവത്തോടെ പാട്ട് പാടിക്കൊണ്ട് തേയിലുന്നുള്ളുന്ന ആദിവാസി പെണ്ണുങ്ങൾ. അവർ പാടുകയാണ്: വിദ്യാലയങ്ങളിൽ പോകുവാൻ തുടങ്ങി, അക്ഷരങ്ങൾ പഠിക്കുവാൻ തുടങ്ങി. അതൊരു ഗവൺമെന്റ് സ്കൂളായിരുന്നു. മെച്ചപ്പെട്ട അധ്യയനമായിരുന്നു അവിടുത്തെ. കുട്ടികളുടെ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകർ അവരെ സഹായിച്ചു. എങ്കിലും അവർക്കേറെ പ്രിയപ്പെട്ട രണ്ട് അധ്യാപകരായിരുന്നു അബ്ദുൽ ലത്തീഫ് മാഷും സോണിയ ടീച്ചറും. ഇരുവരും കലാപരമായ കഴിവുകളുള്ളവരായിരുന്നു. കുട്ടികളുടെ കലാപരമായ കഴിവുകളെ അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അബ്ദുൽ ലത്തീഫ് മാഷും സോണിയ ടീച്ചറും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. ആ സൗഹൃദം പിന്നീട് പ്രണയമായി മാറി. ആ പ്രണയം പരസ്യമായിട്ടില്ല, അവർക്ക് വിഷമമൊന്നുമില്ല. ശാലീന സുന്ദരിയാം സോണിയ ടീച്ചറും സുന്ദര രൂപനാം ലത്തീഫ് മാസ്റ്ററും മധുര ശ്രദ്ധ പുലർത്തിയിരുന്നു. നാട്ടുകാർക്കുണ്ടാകുന്ന വിഷമസന്ധികളിൽ ആശ്വാസമായും സഹായമായും അവരുണ്ടായിരുന്നു. ഒരിക്കൽ അവരുടെ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായ കൃഷ്ണൻ നായർ ലത്തീഫ് മാഷിനോട് പറഞ്ഞു: ലത്തീഫ് മാഷേ, സ്കൂളിനും നാടിനും അപമാനം ഉണ്ടാക്കുന്ന നിങ്ങളുടെ ഈ പ്രണയബന്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. രണ്ട് മതവിഭാഗങ്ങളിൽപ്പെട്ട നിങ്ങളുടെ ഈ പ്രണയം കുട്ടികൾക്കും നാട്ടുകാർക്കും ഒരു തുടർ മാതൃകയാണ്. ലത്തീഫ് മാസ്റ്റർ ഒന്നും മിണ്ടിയില്ല, ചുമ്മാ ചിരിച്ചു. വികസ്വരമായി കൊണ്ടിരുന്ന ആ ഗ്രാമത്തിലേക്ക് പട്ടണത്തിൽ നിന്നും വന്ന ചിലർ കരിങ്കൽ ക്വാറികൾ ക്രമാതീതമാക്കിക്കൊണ്ട് ലാഭം കൊയ്യും. മറ്റു ചിലർ കുന്നുകൾ ഇടിച്ചു നിരത്തി കൂറ്റൻ കെട്ടിടങ്ങളും റിസോർട്ടുകളും പണിയും. വനത്തിലെ മരങ്ങളെല്ലാം മനധികൃതമായി മുറിച്ചു കടത്തും. ആദിവാസികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തോടുകളിലേക്ക് ചെളിയും മാലിന്യവും നിറച്ച് ദുഷിപ്പിച്ചിരിക്കുന്നു. ഒരു പരിസ്ഥിതി ലോല പ്രദേശമായ ഇവിടെ പ്രകൃതി ദുരന്തമുണ്ടാകുമെന്ന് മനസ്സിലാക്കി സാമൂഹിക പ്രതിബദ്ധതയുള്ള ആ രണ്ട് അധ്യാപകർ ജനങ്ങളെ ഉത്ഭുതരാക്കി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. പ്രകൃതി നശീകരണത്തിനെതിരെ അവർ അധികൃതർക്ക് നിവേദനങ്ങൾ അറിയിച്ചു. പക്ഷെ വേണ്ടപ്പെട്ടവരാരും അത് ഗൗരവമാക്കിയെടുത്തില്ല. ആരും മരിച്ചാലും നാട് നശിച്ചാലും സ്വാതല്ലാതെ ചുരുക്കൽക്കെന്തു ചെയ്തു. പണവും മകനായിരുന്നു ജെയ്സൺ മാത്യു. രോഗദൃഢഗാത്രനാണ്, വേട്ടക്കാരനാണ്, മരംകൊള്ളക്കാരനാണ്. ആദിവാസി പെണ്ണുങ്ങളുടെ പേടി സ്വപ്നമായിരുന്നു. അയാൾക്കൊരു മോഹം, സോണിയ ടീച്ചറിനെ കല്യാണം കഴിക്കുന്നു. അദ്ദേഹം സോണിയയുടെ മാതാപിതാക്കളുമായി ആലോചന നടത്തി. അവർക്കതൊരു താല്പര്യമുള്ള കാര്യമാണ്. വിവരം അവർ സോണിയെ അറിയിച്ചു. സോണിയ ടീച്ചറും ലത്തീഫ് മാസ്റ്ററും തമ്മിലുള്ള പ്രണയബന്ധം അവർ അറിഞ്ഞിരുന്നു. സോണിയ മാതാപിതാക്കൾക്ക് വഴങ്ങിയില്ല. അവളുടെ പിതാവ് കോപിഷ്ഠനായി ജെയ്സൺ മാത്യുവിന് എന്താണ് ഒരു കുറവ്? സമ്പത്തില്ലേ, സൗന്ദര്യമില്ലേ? നമ്മൾ ഒരേ മതക്കാരൻ
ഞാൻ സ്നേഹിച്ചതൊരു മനുഷ്യനെയാണ്. ജാതിയും മതവും മനുഷ്യന്റെ ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും എതിരാണ്. എന്റെ മനസ്സിൽ യോജിച്ച ഒരാളെ ഞാൻ സ്വീകരിക്കും. ധിക്കാരം നിറഞ്ഞ അവളുടെ വാക്കുകൾ പിതാവിനെ കോപിഷ്ടാക്കി. അനുസരിച്ചില്ലെങ്കിൽ കൊന്നുകളയുന്നു. അയാൾ അവളുടെ കരണത്തെ വഴിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തി. ലത്തീഫ് മാഷെ, മര്യാദയ്ക്ക് സാർ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിച്ചാൽ മതി. നാട്ടുകാര്യങ്ങളൊന്നും ഇടപെടണ്ട. അധികം കളിച്ചാൽ കൊന്നു കുഴിച്ചു മുടിഞ്ഞ. ഭീഷണി വേണ്ട ജേസൺ. സത്യത്തിനും നീതിക്കും സാമൂഹിക നന്മകൾക്കും വേണ്ടി ഞാൻ പോരാടുക തന്നെ ചെയ്യും. അതെന്റെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭീഷണികൾ പലവിധം അനവധി ഉണ്ടായിരിക്കും. അന്നൊരു ദിവസം രാവിലെ മുതൽ കുറേശ്ശെയായി മഴ പെയ്തുകൊണ്ടിരുന്നു. എങ്കിലും പിറ്റേന്ന് ചേരുന്ന കാര്യങ്ങളെ പറ്റി കണക്ക് കൂട്ടിയിരുന്നു പലരും. ടൂറിന് പോകേണ്ടതിനെ പറ്റി, ബന്ധുവീടുകളിൽ പോകേണ്ടതിനെ പറ്റി, വിവാഹത്തിന് വസ്ത്രങ്ങൾ എടുക്കേണ്ടതിനെ പറ്റി, അങ്ങനെ പലതും സ്വപ്നം കണ്ടവർ കിടന്നുറങ്ങി. നാളെ പുലരുമ്പോൾ സൂര്യനുദിക്കുമ്പോൾ എന്തെല്ലാം ചെയ്തിടണം. സ്വപ്നങ്ങൾ നിന്നുറങ്ങിയിടുന്നു. നാളെ എന്താകുമെന്ന് ആർക്കറിയാം. പാതിരാത്രിയായതോടെ ഭയങ്കരമായ ഇടിമുഴക്കത്തോടെ മഴ ശക്തി പ്രാപിച്ചു. കൊടുങ്കാറ്റും പേമായി. കൊടുങ്കാറ്റിൽ മരങ്ങളെല്ലാം കടപുഴകി വീണു. ഭയങ്കരമായ ശബ്ദങ്ങൾ, പക്ഷിമൃഗാദികളുടെ വൈവിധ്യമായ ശബ്ദങ്ങൾ, വലിയിരുമ്പലുകൾ. ചിലർ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നു. മറ്റു ചിലർ നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്നാണ് മലവെള്ളം കുത്തി ഒഴുകിയത്. അതാ ഭയങ്കരമായ ശബ്ദത്തോടു കൂടി ഒരു വൻമരം ഇടിഞ്ഞു വീണു. വെള്ളത്തിന്റെ കുത്തൊഴുക്കുകളിൽ കല്ലും മണ്ണും മരങ്ങളും ഇടിഞ്ഞു വീണു. ആ പ്രദേശത്തുണ്ടായിരുന്ന വീടുകൾ ഉൾപ്പെടെ എല്ലാം തകർന്നുകൊണ്ട് ഭയങ്കരമായ ഉരുൾപൊട്ടലുണ്ടായി. അയ്യോ, രക്ഷിക്കണേ, മോനെ, മോളെ. കൂട്ട നിലവിളികൾ. പല മലകളും പൊട്ടിയൊഴുകുന്നു. പല വീടുകളും സ്ഥാപനങ്ങളും കാണുവാനുണ്ട്. കൃഷിയിടങ്ങളെല്ലാം നികന്നു. പലരുടെയും മൃതദേഹങ്ങൾ ഒഴുകി വരുന്നു. പലരുടെയും മൃതദേഹങ്ങൾ മണ്ണിലടിയിലായി. ജീവനുള്ളവരും ജീവൻ ബാക്കിയുള്ളവരും. പിറ്റേന്ന് പുലർന്നപ്പോൾ പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിൽ ആ പ്രദേശം ഒട്ടാകെ തകർന്നിരുന്നു. ഉറ്റവരെയും നഷ്ടപ്പെട്ടവരുടെ വിലാപവും ഉരുൾപൊട്ടിയ നാളുകളിൽ ലത്തീഫ് മാസ്റ്റർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ദൂരെ ഒരു പട്ടണത്തിലായി. പിറ്റേന്ന് പുലർന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന ഈ ദുരന്ത വാർത്ത അറിഞ്ഞത്. മാഷുടനെ പുറപ്പെട്ടു. സംഭവ സ്ഥലത്തെത്തി. രക്ഷാപ്രവർത്തകരും സർക്കാർ സംവിധാനങ്ങളും എത്തി. അദ്ദേഹം ആദ്യം അന്വേഷിച്ചത് സോണിയ ടീച്ചറിനെയും കുടുംബത്തെയും പറ്റിയായിരുന്നു. അതാ അങ്ങ് ദൂരെ സോണിയ ടീച്ചറിന്റെ വീടിരുന്ന ഭാഗത്ത് പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങൾ. അയാൾ ഉറക്കെ വിളിച്ചു, സോണിയ. ചെളിയും കല്ലും താണ്ടി ആ വീടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നു. അപ്പോഴതാ കല്ലുകൾക്കിടയിൽ ഒരു മനുഷ്യൻ. അയാൾ മെല്ലെ ആ കല്ലുരുട്ടി മാറ്റി ആ ശരീരം പുറത്തേക്കെടുത്തു. അത് മറ്റാരുമല്ല, തന്നെ കൊന്നു കുഴിച്ചു മൂടുമെന്ന് പറഞ്ഞ ജെയ്സൺ ഡാക്കിന്റേതായിരുന്നു. ആ ശരീരം ചലനമറ്റു. അയാളുടെ കണ്ണുകൾ ദയനീയമായി തന്നെ നോക്കുന്നതായി മാഷിക്ക് തോന്നി. ആ ശരീരം സന്നദ്ധ പ്രവർത്തകർ ആംബുലൻസിൽ കയറ്റി. ജീവൻ പോലും പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന അനേകം മലയാളികൾ അവിടെ ഉണ്ടായി. ഏതാവത്ഘട്ടങ്ങളിൽ ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്ന മലയാളികളുടെ സന്മനസ്സും നന്മയും പ്രകീർത്തിക്കപ്പെടണം. ഇല്ല,
നന്മ ഒരിക്കലും നശിക്കില്ല. ഈ സഹോദരൻ മലയാളികളുടെ അഭിമാനമാണ്. ഇല്ല, നശിക്കില്ല നന്മയൊരിക്കലും, കാലവസേനരിക്കില്ലൊരിക്കലും. ജീവൻ വെടിഞ്ഞാലും കൈവിട്ടു പോകാത്ത നന്മ നിറഞ്ഞവരുണ്ടെന്നും ഭൂമിയിൽ. ലത്തീഫ് മാസ്റ്റർ സോണിയ ടീച്ചറിന്റെ തകർന്ന വീടിനടുത്തെത്തി. അയാൾ ഉറക്കി വിളിച്ചു, സോണിയ. അപ്പോഴതാ ഒരു സ്ത്രീ രൂപം ഭയപ്പാടോടെ വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ. അതെ അതെ, അത് സോണിയ ടീച്ചറായിരുന്നു. ഒന്നും മിണ്ടാനാകാതെ തന്നെ അവളെ അദ്ദേഹം താങ്ങിപ്പിടിച്ചു. സോണിയ, മാഷെ, എല്ലാവരും പോയി മാഷെ, എന്റെ എല്ലാവരും പോയി. സോണിയ, എല്ലാം സ്വയം പ്രധാനാർത്ഥം. ആശ്വസിക്കൂ, നിനക്ക് ജീവിത അവസാനം വരെ ഞാനുണ്ട്, എനിക്ക് നീ. തളർന്നു നിന്ന് അവളെ അദ്ദേഹവും സന്നദ്ധ പ്രവർത്തകരുമൊത്ത് ആശുപത്രിയിൽ എത്തിച്ചു. അധികം താമസിയാതെ അവൾ ഉന്മേഷവതിയായി. ലത്തീഫ് മാസ്റ്റർ ആശുപത്രിയിലുണ്ടായിരുന്ന എല്ലാവരെയും ചെന്നു. അപ്പോഴതാ അവശനായ പരിക്കുകളോടെ ഒരാൾ അവിടെ കിടക്കുന്നു. അത് മറ്റാരുമല്ലായിരുന്നു, അവരുടെ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായ കൃഷ്ണൻ നായരായിരുന്നു. അദ്ദേഹത്തിന് അത്യാവശ്യമായ രക്തം കയറ്റണമായിരുന്നു. ഹെഡ് മാസ്റ്ററായ കൃഷ്ണൻ നായരുടെയും ലത്തീഫ് മാസ്റ്ററുടെയും രക്തഗ്രൂപ്പ് ഒന്നായിരുന്നു. ലത്തീഫ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുവാൻ തന്റെ രക്തം ദാനം ചെയ്തു. പിറ്റേന്നും ലത്തീഫ് ദുരന്ത പ്രദേശത്ത് ജീവനുള്ളവരെയും ജീവൻ ബാക്കിയുള്ളവരെയും തിരഞ്ഞുകൊണ്ട് അനേകം മനുഷ്യ സ്നേഹികൾ അവിടെ ഉണ്ടായി. ലത്തീഫും അവരോടൊത്ത് ചേർന്നു. അപ്പോഴാണ് വീണ് കിടക്കുന്ന ഒരു വൻ മരത്തിനടിയിൽ ഒരു ശരീരം. ലത്തീഫ് മെല്ലെ ആ ശരീരം കണ്ണുരുട്ടി മാറ്റി. ആ ശരീരം പുറത്തേക്കെടുത്തു. ശരീരം പുറത്തേക്കെടുക്കുകയും ആ വൻമരം മറിഞ്ഞ് ലത്തീഫിന്റെ ശരീരത്തേക്ക് വീണു. അടിയിൽപ്പെട്ട് നെഞ്ചു തകർന്ന ശ്വാസം മുട്ടി അദ്ദേഹത്തെ എല്ലാവരും ചേർന്ന് ഉയർത്തി ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർമാർ കിടഞ്ഞു പരിശ്രമിച്ചു. സോണിയ ടീച്ചർ എത്തി. അവൾ പൊട്ടിക്കരഞ്ഞു, മാഷെ, എന്റെ ജീവനും ഞാൻ നിങ്ങൾക്ക് തരാം, തിരിച്ചു വരൂ. ഡോക്ടർ, എന്ത് ചെയ്യണം ഞാൻ? എന്റെ പ്രിയപ്പെട്ട മാഷിനെ എനിക്ക് തരൂ, ഈ നാടിന് വേണ്ടി. ഡോക്ടർ പറഞ്ഞു, വേണം, അദ്ദേഹത്തെ നമുക്ക് വേണം, നമ്മുടെ നാടിന് വേണം. വേണം നമുക്ക് ആ മാനവ സ്നേഹിയെ, നന്മകൾ പൂക്കുന്ന മാമരമണയാൾ, നാടിന്റെ നെറ്റിയിൽ ചന്ദനം പൂശുന്ന ചന്ദനത്തോപ്പിനധിപതിയാളയാൾ. നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും കഠിനവും തീവ്രവുമായ പരിചരണത്തിനൊടുവിൽ ജ്വലിക്കുന്ന സൂര്യനെ പോലെ പൂർവാധിക ശോഭയോടെ ഒരു തങ്ക നക്ഷത്രമായി അദ്ദേഹം ഉണർന്നെഴുന്നേറ്റു. വേണ്ടേ? അദ്ദേഹത്തെ പോലുള്ളവർ നമുക്ക് വേണ്ടേ? നമ്മുടെ നാടിന് വേണ്ടേ? സുഹൃത്തുക്കളെ, ക്ഷണികമായ ജീവിതത്തിന് വേണ്ടി ദുരമൂത്ത മനുഷ്യർ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതയ്ക്ക്, അന്ധവിശ്വാസങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന ജാതി മത ചിന്തകൾക്കും അതീതമായി ചിന്തിക്കുവാനും പ്രതികരിക്കുവാനും കഴിവുള്ള ഒരു പുതിയ തലമുറ ഉണ്ടാകും.